ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് വിത്ത് എ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ത്യയിൽ നിലനിന്ന പലതരം അനാചാരങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആ അനാചാരങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച് ഇന്ത്യയിലെ വിശ്വസാഹോദര്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളർത്തിയെടുത്തതും അതിൽ പങ്കുപറ്റിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ദ ചേഞ്ചിങ് പീപ്പിൾ, അതായത് മാറുന്ന ജനത. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. അതായത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഹ്യൂമാനിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള, ഹ്യൂമാനിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനവികതയിൽ, മനുഷ്യൻ്റെ നന്മയിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട്, അതായത് വിഷൻ എംഫസൈസിങ് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, വിശ്വസാഹോദര്യം, എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, വിഷൻ, അത് കൊണ്ടുവരാൻ ആര് സഹായിച്ചു? സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിലെ ലീഡേഴ്സ്, അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ലീഡേഴ്സ്. നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, അങ്ങനെയുള്ള പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇന്ത്യൻ ജനതയുടെ ഉള്ളിൽ, മനസ്സിൽ ജാതിക്കും മതത്തിനും അതീതമായിട്ട്, ജാതിയും മതമൊന്നുമല്ല, അതിൽ അധികമായിട്ട് ഹ്യൂമാനിസം, മാനവികത, മനുഷ്യനാണ് പ്രാധാന്യം, വിശ്വസാഹോദര്യമാണ് വേണ്ടത്. അതായത് വിഷൻ എംഫസൈസിങ് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് മീൻസ് വിശ്വസാഹോദര്യം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ എല്ലാം മനസ്സിൽ അവർ കൊണ്ടുവന്നു. All the reformers gave emphasis to the importance of education and established educational institutions. എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും, അതായത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ ആളുകൾ ഗേവ് എംഫസിസ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അവരൊക്കെ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞ ഒരു കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർ പറയുക മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പറയുക മാത്രമല്ല ചെയ്തത്, അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, വിദ്യാലയങ്ങൾ അവർ സ്ഥാപിച്ചു. ദിസ് ഈസ് ടേൺ ആക്സലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇതെന്തിനു കാരണമായി? ഈ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് എന്തിനു കാരണമായി? വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, പുരോഗതി ഇന്ത്യക്ക് ഉണ്ടായി. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി കൊണ്ട് പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. അത് ഇന്ത്യക്കാരുടെ ഉള്ളിൽ അഭിമാനബോധവും ആത്മവിശ്വാസവും ഉണ്ടാക്കി. അതായത് ദേ റിമൈൻഡഡ് ഇന്ത്യൻസ് ഓഫ് ദ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. കൾച്ചറൽ ഹെറിറ്റേജ് എന്താണ്? പൈതൃകം. ഇന്ത്യക്കൊരു വലിയ മഹത്തായ ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തെക്കുറിച്ച് ഇന്ത്യക്കാരെ ഓർമ്മിപ്പിച്ചു. ആൻഡ് ഡെവലപ്ഡ് സെൽഫ് റെസ്പെക്റ്റ്, ആത്മ അഭിമാനവും, നാഷണൽ പ്രൈഡ്, ആത്മാഭിമാനവും ആത്മവിശ്വാസവും, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് നാഷണൽ പ്രൈഡ്, അത് ഇന്ത്യക്കാരിൽ വളർത്തി. Thus, the social reformers played a major role in awakening Indians. അങ്ങനെ ഒരു ഇന്ത്യൻ ജനതയിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചു. എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയ ബോധം വളരുന്നു. നമ്മുടെ ഉള്ളിൽ, ഇന്ത്യക്കാരുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ബോധം വളരുന്നു. ദ ഡിഫറെൻറ്റ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദർ ലീഡേഴ്സ് whom we discussed instilled a new spirit among the Indians. നമ്മൾ ഇതുവരെ ചില സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അത് സ്ഥാപിച്ച ആളുകളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ ഒരു പുതിയ അവബോധം സൃഷ്ടിച്ചു. എന്താണത്? We have also discussed the political and economic conditions of the period in the previous chapter. ഇതിനു മുൻപുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ട്, അതായത് രാഷ്ട്രീയപരമായിട്ടും എക്കണോമിക്, അതായത് സാമ്പത്തിക പരമായിട്ടുള്ള സാഹചര്യങ്ങൾ, അന്നത്തെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെന്തൊക്കെയായിരുന്നു? ക്യാൻ യു റീകളക്ട് ദം? അതെന്തൊക്കെയായിരുന്നു? നമ്മൾ അന്നത്തെ
അന്നത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് കോൺക്വേർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. അതായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, 500-ലധികം നാട്ടുരാജ്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ അല്ല അന്നത്തെ ഇന്ത്യ. ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെ പല ഭാഗങ്ങളും നേപ്പാളും ബംഗ്ലാദേശും ഇതെല്ലാം ചേർന്നതായിരുന്നു അന്നത്തെ ഇന്ത്യ. അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, ചെറു നാട്ടുരാജ്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു അന്നത്തെ ഇന്ത്യ. ഈ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരെ എല്ലാം കീഴ്പ്പെടുത്തി ബ്രിട്ടീഷുകാർ ഒറ്റ ഭരണത്തിന് കീഴിലാക്കിയിട്ട് രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യയെ ഏകീകരിച്ചു, യൂണിഫൈ ചെയ്തു ഇന്ത്യയെ. അവരുടെ ഭരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയെ പൊളിറ്റിക്കലി യൂണിഫൈ ചെയ്തു. ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രിയേറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ഇന്ത്യൻസ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരിൽ സാമ്പത്തിക ചൂഷണങ്ങൾ പതിവാക്കി. അതോടുകൂടി എന്തായി? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം, ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് ഇന്ത്യക്കാരുടെ ഇടയിൽ വളർന്നു വന്നു. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് സാമ്പത്തിക ചൂഷണം. സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി, സാമ്പത്തിക ചൂഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് പെടും, അങ്ങനെ പല രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നത്. ആ സാമ്പത്തിക ചൂഷണം ബ്രിട്ടീഷുകാർ ചെയ്തതോടുകൂടി ഇന്ത്യക്കാരുടെ ഉള്ളിൽ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് വളർന്നു. ക്രിയേറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർന്നു. The spread of English education and the development in transport and communication brought the people together. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വർദ്ധിച്ചു. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളും വളർന്നു. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും പല ജനവിഭാഗങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചു. പല സ്ഥലങ്ങളിലും ഉള്ളവർ ഒന്നിക്കാൻ ഇതൊക്കെ കാരണമായി. ഗതാഗതം വർദ്ധിക്കുകയും വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതോടുകൂടി പല വിഭാഗങ്ങൾ, പല സൈഡുകളിലുള്ള ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ചു. ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു സപ്രസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ക്രിയേറ്റഡ് എ നാഷണൽ കോൺഷ്യസ്നെസ് ആൻഡ് മേഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ് ടു ദ സെയിം കൺട്രി. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 ഫസ്റ്റ് വാർ നടക്കുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സപ്രസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ വേണ്ടി അവർ സ്വീകരിച്ച മാർഗങ്ങൾ എന്തായിരുന്നു? ഭിന്നിപ്പിക്കുക എന്നുള്ള മാർഗമായിരുന്നു. മുസ്ലിംസിനെയും ഹിന്ദുസിനെയും ഭിന്നിപ്പിക്കുക എന്ന മാർഗമായിരുന്നു. പക്ഷേ ആ മാർഗം അന്ന് അവിടെ നടപ്പിലായില്ല. അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചതോടുകൂടി ശരിക്കും ഹിന്ദുക്കളും മുസ്ലിംസും ഒന്നാവുകയാണ് ചെയ്തത്. അതോടുകൂടി നാഷണൽ കോൺഷ്യസ്നെസ്, അതായത് ദേശീയ ബോധം മനുഷ്യരുടെ മനസ്സിൽ വളർന്നു. മേഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ് ടു ദ സെയിം കൺട്രി. മനുഷ്യർ ചിന്തിച്ചു തുടങ്ങി അവർ ഒരേ രാജ്യത്തിൽപ്പെട്ടവരാണ്, ഒരു രാജ്യത്തിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടായി. These factors helped to develop a sense of unity among the Indians. ഈ കാര്യങ്ങളെല്ലാം എന്തിന് ഹെൽപ്പ് ചെയ്തു? സെൻസ് ഓഫ് യൂണിറ്റി among the Indians. സെൻസ് ഓഫ് യൂണിറ്റി എന്താണ്? ഒരൊറ്റ ജനതയാണെന്നുള്ള ബോധം. അത് ഇന്ത്യക്കാർക്കിടയിൽ among the Indians, ഇന്ത്യക്കാർക്കിടയിൽ വളരാൻ ഈ ഫാക്ടേഴ്സ് എല്ലാം സഹായിച്ചു. ഇന്ത്യൻ നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. അതായത് ഇന്ത്യക്കാരെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ദേശീയത. ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സെൻസ് ഓഫ് വൺനെസ്, ഒന്നാണെന്നുള്ള ബോധം. ബിയോണ്ട് റിലീജിയസ്, മതപരമായിട്ടല്ല. ലിംഗ്വിസ്റ്റിക്, ഭാഷാപരമായിട്ടല്ല. റീജിയണൽ ഡൈവേഴ്സിറ്റീസ്, അതായത് ഇന്ന പ്രദേശത്ത് ഇന്ന സ്ഥലത്ത് അങ്ങനെയുമല്ല. ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതപരമായും ഭാഷാപരമായും പ്രാദേശികമായ വൈവിധ്യങ്ങൾക്ക് അപ്പുറം ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധമാണ് ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ നാഷണലിസം. നെക്സ്റ്റ്, ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്.
The mountains and rivers of India and the forest and the broad fields which gave us food were all dear to us, but what counted ultimately were the people of India, people like them and me, who were spread out all over this vast land. അതായത് ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെയാണ്. പക്ഷേ എല്ലാറ്റിനും ഉപരിയായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അവരെയും എന്നെയും പോലെയുള്ള ആളുകൾ, അവർ ഈ നാട്ടിൽ മുഴുക്കെ പരന്ന് വ്യാപിച്ചു കിടക്കുകയാണ്. ഓക്കെ, ഭാരത് മാത, മദർ ഇന്ത്യ വാസ് എസെൻഷ്യലി these millions of people, and victory to her meant victory to these people. You are parts of this Bharat Mata. I told them, you are in a manner yourselves Bharat Mata. And as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന ആ ഒരു ആശയം, അത് അവരോട് ഞാൻ പറയും. അതായത് ജവഹർലാൽ നെഹ്റു നമ്മളോട് ഓരോരുത്തരോടും ഇത് പറയും. ഈ ആശയം അവരുടെ തലച്ചോറിൽ എത്തുമ്പോൾ ഒരു വലിയ കണ്ടുപിടുത്തം സാധിച്ചാൽ എന്ന പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും എന്നാണ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞു വയ്ക്കുന്നത്. The development of nationalism accelerated the Indians' efforts to liberate from the British. ദേശീയ ബോധം വളർന്നതോടുകൂടി, ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം മീൻസ് ദേശീയ ബോധം വളർന്നതോടുകൂടി ഇന്ത്യൻസിന് എഫേർട്സ് ടു ലിബറേറ്റ് ഫ്രം ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി. ദേശീയബോധം വളർന്നതോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നേടണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഇന്ത്യക്കാരുടെ മനസ്സിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. ദിസ് എൻഹാൻസ്ഡ് ദ റെലവൻസ് ഓഫ് വേരിയസ് മൂവ്മെൻറ്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരുടെ പേരാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ആൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി, സെക്കൻഡ് രവീന്ദ്രനാഥ ടാഗോർ, തേർഡ് മുഹമ്മദ് ഇക്ബാൽ, ഫോർത്ത് ലക്ഷ്മിനാഥ് ബസ്ബറുവ, ഫിഫ്ത്ത് അൽതാഫ് ഹുസൈൻ. 5 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. എ നമ്പർ ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻസ് മീൻസ് അത് പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടുകൊണ്ടേയിരുന്നു. കെയിം ടു എക്സിസ്റ്റൻസ് അറ്റ് വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഗ്രോവിംഗ് അവേക്കനിങ്. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ഉണർവിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊള്ളാൻ തുടങ്ങി. റീജിയണൽ ഓർഗനൈസേഷൻസ്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ വേർ എ ഫ്യൂ എമംഗ് ദം. മദ്രാസ് നേറ്റീവ് അസോസിയേഷനും പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ, ഇങ്ങനെയുള്ള പ്രാദേശിക സംഘടനകൾ. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുമുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. ഓൾ ദീസ് ഓർഗനൈസേഷൻ ഗേവ് പ്രയോറിറ്റി ടു ദ റീജിയണൽ പ്രോബ്ലംസ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന കൊടുത്തുകൊണ്ടിരുന്നത്. ഗേവ് പ്രയോറിറ്റി ടു റീജിയണൽ പ്രോബ്ലംസ്. പ്രയോറിറ്റി കൊടുത്തത് എന്തിനായിരുന്നു? റീജിയണൽ പ്രോബ്ലംസ്, പ്രാദേശിക ആവശ്യങ്ങൾക്ക്. അതായത് ഒരു പ്രദേശത്ത് മാത്രം നിൽക്കുന്ന സംഘടനകളായിരുന്നു ഇതെല്ലാം. ദിസ് നെസസിറ്റേറ്റഡ് ഫോമിംഗ് ഓഫ് എ നാഷണൽ ഓർഗനൈസേഷൻ. അപ്പം നാഷണൽ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് വളരെയധികം അത്യാവശ്യവുമായിരുന്നു. വളരെയധികം ആവശ്യമായിരുന്നു ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടത്. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റീജിയണൽ സൈഡിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു, പ്രാദേശികപരമായിട്ട് സംഘടിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നാഷണൽ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ വരുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay on 28 December 1885. 72 റെപ്രസെൻറ്റേറ്റീവ്സ്, 72 പ്രതിനിധികളുമായിട്ട് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ 1885 ഡിസംബർ 28-നാണ് INCയുടെ ഉദയം.
INC സ്റ്റാർട്ട് ചെയ്തത് 1885 ഡിസംബർ 28-ന്. എവിടെയാണ്? ബോംബെയിൽ തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ. എത്ര റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു? 72 റെപ്രസെൻറ്റേറ്റീവ്സ്. ദേ വെയർ ഓഫ് ഡൈവേഴ്സ് അറ്റയർ, അതായത് അവർ പല വേഷക്കാരായിരുന്നു. റിലീജിയൻ പല മതക്കാരായിരുന്നു. ആൻഡ് ലാംഗ്വേജ് പല ഭാഷക്കാരായിരുന്നു. ദേ വെയർ ഓഫ് ഡൈവേഴ്സ് അറ്റയർ, റിലീജിയൻ ആൻഡ് ലാംഗ്വേജ്. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. W.C. ബാനർജി പ്രിസൈഡഡ് ഓവർ ദിസ് മീറ്റിംഗ് ഇനീഷ്യേറ്റഡ് ബൈ ദ ഫോമർ ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ് A.O. ഹ്യൂം. അതായത് വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ, W.C. ബാനർജി ആയിരുന്നു പ്രസിഡന്റ്, ആ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയൊരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. A.O. ഹ്യൂമാണ് ഇങ്ങനെയൊരു യോഗം വിളിച്ചു കൂട്ടാൻ മുൻകൈയെടുത്തത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ സെർവൻറ്റ് ആയിരുന്നു. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ദിസ് മീറ്റിംഗ്. ഈ മീറ്റിങ്ങിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന INC രൂപം കൊള്ളുന്നത്. ഫ്രം ദ സ്പീച്ച് അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ്, ആദ്യ യോഗത്തിലെ ആദ്യത്തെ പ്രസംഗം. We desire that the administration of India should be further modernized and we be made a part of it. W.C. ബാനർജി. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാണ് W.C. ബാനർജി അന്ന് പറഞ്ഞത്. അതായത് കുറേ കൂടി മോഡേണൈസ്ഡ് ആവണം, പരിഷ്കൃതമാകണം, കുറേ കൂടി മെച്ചപ്പെടുത്തണം. പിന്നെ എന്താണ് ആവശ്യം? ആൻഡ് വി ബി മെയ്ഡ് എ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മളെയും ആ ഭരണത്തിൽ പങ്കാളികളാക്കണം. ബ്രിട്ടീഷുകാരാണ് അന്ന് ഭരിക്കുന്നത്, അപ്പോൾ ഇന്ത്യക്കാരെ കൂടി പങ്കാളികളാക്കണം എന്നതാണ് W.C. ബാനർജി അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്. നെക്സ്റ്റ്, ദ മേജർ എയിംസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെയർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? To promote fellow feeling among the volunteers from different parts of the country. അതായത് to promote fellow feeling, അതായത് സൗഹൃദബോധം വളർത്തുക. പ്രൊമോട്ട് ഫെല്ലോ ഫീലിംഗ്, സൗഹൃദബോധം വളർത്തുക. among the volunteers from different parts of the country. ഒരു രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വോളണ്ടിയേഴ്സാണ്. അവരുടെ ഇടയിൽ ഒരു സൗഹൃദബോധം വളർത്തുക. നെക്സ്റ്റ്, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. അതായത് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ്, ദേശീയ ബോധം വളർത്തുക, ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അതീതമായിട്ട്. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്, അതോറിറ്റിയുടെ മുമ്പിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റൈൻഡ് ആൻ ഓർഗനൈസ്ഡ് നേച്ചർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതോടുകൂടി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. കാരണം എന്താണ്? INC എന്ന് പറയുന്ന നാഷണൽ ലെവലിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സംഘടനയാണ്. അതുകൊണ്ട് INCയുടെ ഫോർമേഷനോടുകൂടി, വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ INC, ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അറ്റൈൻഡ് ആൻ ഓർഗനൈസ്ഡ് നേച്ചർ, ഒരു സംഘടിത സ്വഭാവം, ഒരു സംഘടനയുടെ സ്വഭാവം അതിന് കൈവന്നു. സച്ച് ഓർഗനൈസ്ഡ് അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്. അങ്ങനെയുള്ള ഓർഗനൈസ്ഡ് അജിറ്റേഷൻസ്, അതായത് സംഘടിത സ്വഭാവമുള്ള പ്രക്ഷോഭങ്ങളെ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയാം, ദേശീയ പ്രസ്ഥാനം എന്ന് പറയാം. നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനം. ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദ അജിറ്റേഷൻസ്, ദ നാഷണൽ മൂവ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 phases. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് 3 ആയിട്ട് വിഭജിക്കാം. ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, മോഡറേറ്റ് എന്ന് വെച്ചാൽ മിതവാദ ദേശീയത. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, എക്സ്ട്രീം നാഷണലിസം എന്ന് വെച്ചാൽ തീവ്ര ദേശീയത. ഗാന്ധിയൻ എറ, അതായത് ഗാന്ധിയൻ കാലഘട്ടം. നമ്മൾ പറഞ്ഞു നാഷണൽ മൂവ്മെൻറ്റ് വന്നു, ദേശീയ പ്രസ്ഥാനം വന്നു. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് സമര രീതിയുടെ അടിസ്ഥാനത്തിൽ 3 ആയി തിരിക്കാൻ പറ്റും.
പല സമര രീതികളാണ് ഓരോ കാലഘട്ടത്തിലും എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പീരീഡ് ഓഫ് മോഡറേറ്റ് ആയിരുന്നു, മിതവാദ കാലഘട്ടം. പിന്നീട് അത് തീവ്ര ദേശീയതയിലേക്ക് കടന്നു, എക്സ്ട്രീം നാഷണലിസം. അത് കഴിഞ്ഞാണ് ഗാന്ധിയൻ കാലഘട്ടം വരുന്നത്. ഓക്കെ, ദ പീരീഡ് ഫ്രം 1885 to 1905 വാസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം. 1885 മുതൽ 1905 വരെയാണ് മോഡറേറ്റ് നാഷണലിസം, അതായത് മിതവാദ ദേശീയത. ദ ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വെർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ഈ കാലഘട്ടത്തിലെ നേതാക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നവരായിരുന്നു. ആരൊക്കെയാണ് അവർ? ദ പ്രൊമിനൻ്റ് എമംഗ് ദം വേർ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇത്രയും പേരാണ് മോഡറേറ്റ് നാഷണലിസം ഉണ്ടായിരുന്ന നേതാക്കൾ. ഇവരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരുമായിരുന്നു. ആരൊക്കെ? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protest. ഇവർ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പെറ്റീഷൻസ്, റെസൊല്യൂഷൻ, പ്രൊട്ടസ്റ്റ്, അതായത് പരാതി, പ്രമേയം, പ്രതിഷേധം. ഇതിലൂടെയൊക്കെ ടു ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ്, നമ്മുടെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മുടെ ആവശ്യങ്ങളും ടു ദ നോട്ടീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ അവരെ പരിഗണിച്ചില്ല. ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. These leaders studied the root causes of the poverty in British India, and these studies formed the ideological base for the national movement. അതായത് അവർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യ എങ്ങനെയാണ് ദരിദ്രമായത് എന്നാണ് അവർ പഠിച്ചത്. സ്റ്റഡീഡ് ദ റൂട്ട് കോസസ് ഓഫ് ദ പോവർട്ടി. പോവർട്ടി മീൻസ് ദാരിദ്ര്യം. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യ ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലുണ്ടായ ദാരിദ്ര്യത്തിൻ്റെ കാരണം. ദീസ് സ്റ്റഡീസ് ഫോംഡ് ദ ഐഡിയോളജിക്കൽ ബേസ് ഫോർ ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇവർ നടത്തിയ ഈ പഠനങ്ങളെല്ലാം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായിട്ടുള്ള അടിത്തറ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡ്രെയിൻ തിയറി, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.